എല്ലാവർക്കും വന്ദനം. ഇപ്പോൾ എന്നോടുകൂടെ ക്രൈസ്തവ ചിന്തയുടെ പത്രാധിപർ കെൻ റസൽ ഉണ്ട്. ക്രൈസ്തവ മാധ്യമ പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ശ്രദ്ധേയമായ സാന്നിധ്യമാണ് ക്രൈസ്തവ ചിന്താ പത്രം. ആ പത്രത്തിന്റെ ചീഫ് എഡിറ്ററാണ് കെൻ റസൽ. ഇന്നത്തെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ ഞങ്ങൾ വ്യത്യസ്തമായ ഒരു വിഷയം പരസ്പരം ചർച്ച ചെയ്യുകയാണ്. കേരളത്തിലെ ബൈ ഇലക്ഷൻ്റെയും 2 സ്റ്റേറ്റുകളിൽ നടന്ന ഇലക്ഷൻ്റെയും വയനാട് ലോക്സഭാ സീറ്റിൻ്റെയും ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസമാണ്. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. സാധാരണഗതിയിൽ ഹല്ലേലൂയ പത്രം രാഷ്ട്രീയ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ അത് ചർച്ച ചെയ്യുകയോ ചെയ്യുന്ന ഒരു പത്രമല്ല. എന്നാൽ കാലിക പ്രസക്തമായ പല വിഷയങ്ങളും രാഷ്ട്രീയമാണെങ്കിലും സാമൂഹ്യ വിഷയങ്ങളാണെങ്കിലും ചർച്ച ചെയ്തിട്ടുമുണ്ട്, ചെയ്യാറുമുണ്ട്. എന്നാൽ രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ വ്യക്തമായി അനലൈസ് ചെയ്യുകയും നന്നായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന പത്രമാണ് ക്രൈസ്തവ ചിന്ത. അതിന് റസൽ സാറ് വളരെ ശ്രദ്ധേയമായ ഒരു നിലപാട് ആ കാര്യങ്ങളിൽ എടുത്തിട്ടുണ്ട്. അപ്പം സാറിന് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടാണ് ആ കാര്യങ്ങളിലൊക്കെ എനിക്കുള്ളത്. എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ സാറിനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ നമ്മൾ ആത്മീയ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തു പോകുന്നതാണോ, രാഷ്ട്രീയം കൂടെ ചർച്ച ചെയ്യണമെന്നുള്ളതാണോ സാറിൻ്റെ? രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞൊരു വിശ്വാസിയും ജീവിക്കുന്നില്ല. രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ് ഓരോ വിശ്വാസികളും. പക്ഷേ ഞാനത് പ്രത്യക്ഷത്തിൽ പറയുന്നു, പലരും അത് പ്രത്യക്ഷത്തിൽ പറയുന്നില്ല. പറയാതെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയമായി നടക്കുന്ന ആളുകളാണ് നമ്മുടെ ഉള്ളവരെല്ലാം. വോട്ട് ചെയ്യാൻ പോകുന്നത് രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ബോധം നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് അവരവർക്കുള്ള ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കാം. അത് അവരവരുടെ താല്പര്യത്തിന് വിടുന്ന കാര്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം എല്ലാവരിലും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് തുറന്നു പറയുന്നില്ല. ഞാനത് പത്രം തുടങ്ങിയ ആ കാലം മുതൽ തന്നെ പെന്തക്കോസ്ത് വിശ്വാസികൾക്കൊരു രാഷ്ട്രീയ ബോധം ഉണ്ടാകണം, ഒരു ചേരിതിൽ ഉണ്ടാകണം, ഏതെങ്കിലും മുന്നണിയോട് തന്നെ ചേർന്ന് നിന്ന് ഭരിക്കാനുള്ള അവസരം നമ്മുടെ കരങ്ങളിൽ എത്തിക്കണം എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. സത്യത്തിൽ ഈ പെന്തക്കോസ്ത് സമൂഹത്തെക്കാട്ടിലും ശക്തി കുറഞ്ഞ അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവുള്ള പല പ്രസ്ഥാനങ്ങളുടെയും അംഗങ്ങൾ നിയമസഭയിൽ എത്തുകയും അവർ ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പെന്തക്കോസ്ത് സമൂഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ തുടങ്ങിയ കാലം മുതൽ ആത്മീയ കാര്യങ്ങൾക്കാണ് നമ്മുടെ പിതാക്കന്മാർ മുൻതൂക്കം കൊടുത്തിരുന്നത്, അങ്ങനെയാണ് പഠിപ്പിച്ചത്. പിന്നെ നമ്മൾ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തെ കുറിച്ച് എപ്പോഴും അതിനെതിരായി നിൽക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരുന്നു. സ്വർഗീയ പൗരന്മാരാണ് എന്ന് നമ്മൾ നമ്മെ തന്നെ വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നതിൽ വലിയ താല്പര്യമില്ലാത്ത, ഇതിനോടെല്ലാം വേർപാട് പാലിക്കുന്ന ഒരു മനോഭാവമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ മറ്റു പല കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് ലോകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മനോഹരമായ വീടുകൾ വെക്കുന്നുണ്ട്, ഏറ്റവും വില കൂടിയ വാഹനങ്ങൾ വാങ്ങുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി ഏറ്റവും നല്ല ജോലി സമ്പാദിക്കുന്നുണ്ട്, അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, വലിയ സമ്പാദ്യങ്ങൾ ബാങ്കുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടും നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ രാഷ്ട്രീയം പോലെയുള്ള പല കാര്യങ്ങളിൽ നിന്ന് ഇപ്പോഴും മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകേണ്ടിയിരുന്ന പല നന്മകളും അല്ലെങ്കിൽ ലഭിക്കാമായിരുന്ന പല സാധ്യതകളും നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. റസൽ സാറിന്റെ മനോഭാവം തന്നെയാണ് ഇപ്പോൾ എനിക്കും ആ കാര്യത്തിലുള്ളത്. നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ ശക്തമായി ഇടപെടണം. പ്രത്യേകിച്ച് അഴിമതിയൊക്കെ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ക്രിസ്തുവിന്റെ സ്നേഹത്തോടെയും ക്രിസ്തുവിന്റെ ആശയങ്ങളോടെയും സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ, അത് നടത്താൻ സാധിക്കുമെന്ന് തെളിയിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ്, സാധിക്കത്തില്ല എന്നുള്ള ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കുന്നു. സാറേ, ഞാൻ ആ വിഷയം നമുക്കധികം വേറൊരു സമയത്ത് അനുബന്ധിച്ച് സാർക്കുട്ടി ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ആദ്യകാല പിതാക്കന്മാരെ ഈ കാര്യത്തിൽ കുറ്റം പറയുക എന്ന് ധരിക്കരുത്. പക്ഷെ അവർക്കൊരു ദീർഘവീക്ഷണം ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഈ കാര്യത്തിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ അന്നത്തെ വീക്ഷണം തന്നെയാണ് ഇന്നുള്ളത്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. എന്നാൽ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ സാമൂഹ്യ ജീവിതക്രമവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ജീവിച്ചേ പറ്റും. അതിൻ്റെ അർത്ഥം ആത്മീയത നഷ്ടമാകുന്നു എന്ന അർത്ഥമില്ലതിന്. സംശുദ്ധമായ ഒരു രാഷ്ട്രീയം കൈയാളാമെങ്കിൽ, അഴിമതിയില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത, ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഗവൺമെൻറ് ഫണ്ടുകൾ വിനിയോഗിച്ച് ജനസേവനം മെച്ചമായ രീതിയിൽ, കറപ്ഷൻ അല്ലാത്ത രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ
നമ്മളെ സമൂഹം കുറച്ചുകൂടെ അംഗീകരിക്കും. അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ ലോകം മുഴുവൻ കറപ്റ്റഡ് ആണ്. എല്ലാ രാജ്യങ്ങളും, നമ്മുടെ ഇന്ത്യയോ അല്ലെങ്കിൽ കേരളമോ മറ്റുമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ പോലും കറപ്റ്റഡ് ആണ്. ആ സാഹചര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിനനുസരിച്ച് മാതൃകയോടെ സംശുദ്ധമായി രാഷ്ട്രീയം കൈയാളി ജനങ്ങൾക്ക് ജനക്ഷേമകരമായ കാര്യങ്ങൾ അഴിമതിയില്ലാതെ നടത്താൻ കഴിയുമെങ്കിൽ നമ്മളല്ലേ ഏറ്റവും ദൈവമക്കൾ നമ്മൾ തന്നെയല്ലേ. അത് ചെയ്യണമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ആ വിഷയം പിന്നീട് ഒരു അവസരത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം വിശ്വാസികൾക്ക് രാഷ്ട്രീയം എത്രത്തോളം ആകാം, എങ്ങനെയാകാം എന്നുള്ളതിനെ കുറിച്ച് വിശദമായി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ച പിന്നീട് നമുക്ക് നടത്താം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം, ഇന്ന് ബൈ ഇലക്ഷൻ കഴിഞ്ഞു. ബൈ ഇലക്ഷനിൽ റിസൾട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. നമുക്കറിയാം, പാലക്കാടായിരുന്നു ഏറ്റവും വാശിയേറിയ മത്സരം നടന്നത്. അതുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിൽ വളരെ വലിയ വാർത്തകൾ, ഓരോ ദിവസം ടിസ്റ്റോട് ടിസ്റ്റ്, മാധ്യമങ്ങളുടെ സൃഷ്ടികളാണ് പലതും. എങ്കിൽ പോലും വളരെ രസകരമായിരുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായ വലിയ ഒരു മാർജിനോടുകൂടെ വിജയം വരിച്ചിരിക്കുന്നു. പ്രവചനങ്ങളെല്ലാം പ്രവചനങ്ങളെ തെറ്റിച്ചെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും മാർജിൻ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ വളരെ വലിയ മാർജിനോടുകൂടെ വിജയിച്ചിരിക്കുന്നു. എന്നാൽ ചേലക്കരയിൽ ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി വീണ്ടും UR പ്രദീപ് അവിടെ വിജയിച്ചിരിക്കുന്നു. വയനാട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനെക്കാട്ടിലും മുകളിലേക്ക് എത്തിയിരിക്കുന്നു. എത്രയാണെന്നുള്ളത് ഫൈനലി വരാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പാണ് ഞങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത്. റസൽ സാറേ, ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്, ഈ ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമൊന്നുമുള്ള ഇലക്ഷൻ അല്ലല്ലോ. സാർ എന്ത് പറയുന്നു ഈ ഇലക്ഷനെ കുറിച്ച്? അല്ലെ, ബൈ ഇലക്ഷന് പ്രാധാന്യം ഇല്ലെന്ന് പറയാനൊക്കില്ല. ഭരിക്കുന്ന കക്ഷിക്ക് വിരുദ്ധമായ ഒരു വികാരം ഉണ്ടായി കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികൾ ജയിക്കും. അത് സ്വാഭാവികമാണ്. ഇവിടെ ഇപ്പോ ഒരു ഭരണവിരുദ്ധ വികാരം കാര്യമായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ UDF നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പൊ രാഹുൽ ഗാന്ധി കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. രണ്ട്, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം ഷാഫി കിട്ടിയതിനേക്കാളും കൂടുതലാണ്, വളരെ കൂടുതലാണ്. അപ്പൊ UDF അവിടെ എനിക്ക് തോന്നുന്നു ഒരു 10,000 വോട്ട് അധികം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ LDF പിന്നെ സീറ്റ് നിലനിർത്തി എന്നുള്ളത് ഒരു സ്വാഭാവിക. പക്ഷെ സീറ്റ് നിലനിർത്തി എന്ന് പറയുമ്പോൾ കാലാകാലങ്ങളിലായിട്ട് ചില മണ്ഡലങ്ങൾ ചിലരുടെ കുത്തകകളാണ്. അത് LDF എന്നാലും എന്ത് തരംഗം ഉണ്ടായാലും ആ മണ്ഡലത്തിൽ അവരെ ജയിക്കത്തുള്ളൂ. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ ജയിക്കത്തുള്ളൂ, വേറെ ജയിക്കില്ല. അവിടെ സ്ഥിരം അദ്ദേഹം ജയിച്ചുകൊണ്ടിരുന്നത്. പാലാൽ KM മാണി സാർ എന്ന് പറയുന്ന പോലെ ചേലക്കരയിൽ ഇടതുപക്ഷ പാർട്ടികൾ ജയിക്കുന്നത് അവിടെ സ്ഥിരം രീതിയാണ്. അതുകൊണ്ട് അത് വലിയൊരു നേട്ടം LDF എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അവിടെ അവര് നില മെച്ചപ്പെടുത്തി എന്നുള്ളത് അവർക്കെതിരെയുള്ള അവർക്ക് അനുകൂലമായ ഒരു കാര്യം തന്നെയാണത്. പക്ഷെ എങ്കിലും UDF നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, സംശയമില്ല കാര്യത്തിന്. സാറേ, ഞാൻ ഇപ്പോഴത്തെ ഈ പാലക്കാട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ BJPയുടെ ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലമായിരുന്നു ഈ പാലക്കാട്. ആ പാലക്കാട് മണ്ഡലത്തിൽ BJPക്ക് ഉണ്ടായിരിക്കുന്ന ഈ തകർച്ച എന്ന് പറയുന്നത് വലിയൊരു തകർച്ച. സാർ എന്ത് പറയുന്നു? ഈ കേരളത്തിന്റെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ BJPക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും? അല്ല, BJPക്ക് ഒറ്റ വാക്കിന് ഞാൻ പറയാം സാൻകുട്ടി, BJP ന്യൂനപക്ഷ പ്രേമം അത് യാഥാർത്ഥ്യമുള്ളതാണ് എന്ന്, വിശേഷിച്ച് ക്രൈസ്തവരോട് ഉള്ള ഇവരുടെ പ്രേമം അത് 100% ആത്മാർത്ഥതയുള്ളതാണ് എന്ന ഒരു ബോധ്യം ഇവരെന്ന് ഇവിടുത്തെ ക്രൈസ്തവ കമ്മ്യൂണിറ്റി കൊടുക്കുമോ അന്ന് ക്രൈസ്തവ കമ്മ്യൂണിറ്റി ഇവിടെ നിൽക്കും. അത് പ്രായോഗികമായിട്ട് എങ്ങനെ സാധിക്കും സാർ? അല്ല, അത് അവർ സാധിക്കണം. അത് സാധിക്കണം. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കറിയില്ല. അത് അവർ സാധിക്കണം. ഇത് എവിടെയെങ്കിലും സുവിശേഷ പ്രവർത്തകരെ തല്ലുമ്പോഴത്തേക്ക് അതിനെ ന്യായീകരിക്കുന്ന രീതിയാണ് BJP ഇന്നും കാണിക്കുന്നത്. ഇന്ന് വരെ ഒരു RSS പ്രവർത്തകനെ വിളിച്ച് നീ എന്തിനാ ഉപദേശം തല്ലി, അവിടെ എന്തിനു യോഗം കലക്കി, അവരോട് എന്തിനു ബഹളം ഉണ്ടാക്കി, അവർ നിരുപദ്രവകാരികളല്ലേ, ഇത് മേലാൽ അത് ചെയ്യരുത്, ഞങ്ങളുടെ അണികളെ ഞങ്ങൾ നിലയ്ക്ക് നിർത്തിക്കൊള്ളാമെന്ന് ഒരൊറ്റ RSS നേതാവും ഒരു BJP ഇന്ന് വരെ ഒരു പരസ്യമായ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല. അവരതിനെ ന്യായീകരിക്കത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ന്യൂനപക്ഷ സമൂഹങ്ങൾ എന്ന് പറയുന്നത് BJPയോട് നിൽക്കാൻ സാധ്യതയുള്ളത് ക്രൈസ്തവ കമ്മ്യൂണിറ്റി തന്നെയാണ്. അവരെ കൂടെ നിർത്തണമെങ്കിൽ അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവരെ മോചിക്കണം BJP. അതിനെന്ന് ഇവർ തയ്യാറാകും, അന്ന് കൂടെ നിൽക്കും. അല്ലാതെ ഇവർ ഈ അച്ഛന്മാരെ കണ്ടിട്ടും ബിഷപ്പന്മാരെ കണ്ടിട്ടും പാഷമാരെ കണ്ടിട്ടും യാതൊരു കാര്യമില്ല. സാറേ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ക്രൈസ്തവരെ കൂടെ നിർത്താനായിട്ടുള്ള വലിയ വ്യാപകമായ ശ്രമം നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാസായുടെ ഒക്കെ വരവോടുകൂടെ അങ്ങനെ ഒരു മനോഭാവം ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു വിഭാഗത്തിന്റെ ഇടയിലെങ്കിലും ഒരു BJP അനുകൂല മനോഭാവം ഉണ്ടോ? ഇല്ലെന്നാണ്. നമ്മളിപ്പോ സുരേഷ് ഗോപി ജയിച്ച
ഒരു വിഷയം എടുത്തു വെച്ചായിരിക്കും സാങ്കുട്ടി മനസ്സിൽ അതാണെന്ന് എനിക്ക് തോന്നുന്നു. തൃശ്ശൂർ ഇല്ല, അത് ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അവിടെ ജയിച്ചു എന്നല്ലാതെ ഞാനിപ്പോഴും പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് അനുകമ്പ പുലർത്തുന്ന, സ്നേഹം പുലർത്തുന്ന, ആത്മാർത്ഥത വെച്ച് പുലർത്തുന്ന ഒരു മനോഭാവം BJP ഒന്നുണ്ടാകുന്നു. ശവക്കോട്ട് ഉപരോധം ഇപ്പൊ പിന്നെ ഒത്തിരി കുറവ് വന്നിട്ടുണ്ട്. സുവിശേഷകരെ തല്ലുകയോ അടിച്ചു കലക്കുക, ഒരുപാട് ഇഷ്യൂസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം അണികളെ അവർ തള്ളി പറയാതെ അവർ ചേർത്ത് കൊണ്ടതേ ഉള്ളൂ. മനസ്സിലായി? അപ്പോഴും പറയുന്നത് എന്താണ്, വിദേശത്തു നിന്ന് പണം വരുത്തി വിശേഷ പ്രവർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതല്ലാതെ അണികളെ അവിടെ ഒതുക്കി നിർത്തിയിട്ട് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മാറോട് ചേർത്ത് ആശ്ലേഷിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു മനോഭാവം ഇന്നുവരെ BJP ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അടിസ്ഥാനപരമായി അവർക്ക് സാധിക്കത്തില്ല. അത് സാധിക്കുന്നില്ല എങ്കിൽ ഇവരിങ്ങനെ നടക്കത്തുള്ളൂ. കേരളത്തിൽ ഒരു കാലത്ത് ഒരു ഗതി പിടിക്കാൻ പോകുന്നില്ല, രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്നാലുണ്ട് MLA-മാരെ ഇപ്പൊ നിയമത്തിൽ രാജഗോപാൽ ജയിക്കുകയോ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇനി അവിടെ തൃശ്ശൂർ ജയിക്കാനും പോകുന്നില്ല. ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ആദ്യത്തെ അവസാനത്തെ എല്ലാം കൂടി വിജയമാണ് സുരേഷ് ഗോപിയുടെ. അവിടെ ജയിക്കാനും പോകുന്നില്ല പുള്ളി. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചതാണ്. അതൊന്നും നമുക്ക് ചർച്ച ചെയ്യപ്പെട്ട വേറെ വിഷയമാണ്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുള്ള സമീപനത്തിൽ ഇവർ മാറ്റം വരുത്തി. ആ വാക്ക് തന്നെ ഞാൻ പറയുന്നു, ക്രൈസ്തവരെ മാറോട് ആശ്ലേഷിക്കാൻ എന്ന് ഇവർ തയ്യാറാകുന്നോ അന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവരുടെ നിൽക്കും. ഇവർക്ക് ഇവിടെ വച്ച പിടിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും. അല്ലാതെ ഈ ചാഞ്ചാടി 1-2 സീറ്റുമൊക്കെ മേടിച്ച് ഒരു മുനിസിപ്പാലിറ്റിയും പിടിച്ച് 4 പഞ്ചായത്തും പിടിച്ചതിന് ജീവിക്കും. ഇതിൽ കൂടുതലൊരു നേട്ടം ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് എന്റെ കണക്കൂട്ടല്. തന്നെയല്ല, കേരള BJP-യില് ഈ പരസ്പരമുള്ള പോര് ഭയങ്കരമാണ്. നമ്മൾ ഈ മാധ്യമങ്ങൾ കാണുന്നതൊക്കെ ശരിയാണെങ്കിൽ വളരെ വിചിത്രമായ ഒരു സാഹചര്യമാണ് കേരള BJP-യുടെ, അല്ലെ? അല്ല, അതുകൊണ്ട് അതിപ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഏതെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഗ്രൂപ്പിസം ഉണ്ട്. ഇപ്പൊ 4 പേര് കൂടുന്നിടത്ത് ഗ്രൂപ്പിസം സ്വാഭാവികമായിട്ട് വരും. നമ്മുടെ വീടുകളിലും വരും, നമ്മുടെ ചർച്ചകളിലും വരും, രാഷ്ട്രീയ പാർട്ടികളിലും വരും. അത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കോമൺ ആയിട്ടുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്. അവർ നമ്മളോടുള്ള സമീപനത്തിൽ അവർ മാറ്റം വരുത്തണം. ഇപ്പൊ കോൺഗ്രസിന്റെ ഇത് കൂടി പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പിസം തീർന്നു എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതും വളരെ അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം, അല്ല അത്ഭുതകരമായിട്ടുള്ള കാര്യം സാറ് പറയുമ്പോൾ എനിക്ക് എന്തിനോട് യോജിക്കാനേ പറ്റും. അല്ല, അത് ഞാൻ പറയാം. പണ്ട് എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ജി കാർത്തികേയന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പണ്ട് വയലാർ രവിക്ക് ഗ്രൂപ്പായിരുന്നു, ആന്റണിക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാറിന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ഗ്രൂപ്പുകൾ പല, രമേശ് ചെന്നിത്തലയുടെ കുപ്പി ഗ്രൂപ്പ് എന്ന് പറയുന്ന 100,000 ഗ്രൂപ്പുകൾ. ഇന്ന് ഏത് ഗ്രൂപ്പുള്ള? ഇന്ന് എവിടെ ഗ്രൂപ്പ് യോഗം നടക്കുന്ന? വിളിച്ചാൽ ആര് പോകും? അതിന്റെ 100% ക്രെഡിറ്റ് VD സതീശനും K സുധാകരനും നമ്മൾ കൊടുത്തേ പറ്റൂ. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസം ഒരു 99% ഇല്ലാതാക്കി അത് പൊളിച്ച് അത് പണ്ടാരടങ്ങി അടുക്കി കൊടുത്തെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് ഉണ്ടെങ്കിൽ ഇങ്ങനെ കോൺഗ്രസ് രക്ഷപ്പെടത്തുള്ളൂ. കോൺഗ്രസ് ഒരു സെമി കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയായിട്ട് നിലനിൽക്കണം. ഇവിടെ CPM-നെ ബദൽ രാഷ്ട്രീയ പാർട്ടി എന്നും കോൺഗ്രസേ ഉള്ളൂ ഇവിടെ. സാറേ, ഇത് പറയുമ്പോൾ ഞാൻ സാറിന്റെ പത്രം തുടങ്ങിയ കാലം തൊട്ട് ഞാൻ അതിന്റെ വായനക്കാരനും സാറിന്റെ മനോഭാവങ്ങൾ അറിയാവുന്ന ആളുകൾ. ദീർഘകാലം ഇടതുപക്ഷത്തിന്റെ ഒരു സഹയാത്രികനായി ഇടതുപക്ഷത്തോട് ചേർന്ന് നടന്ന സാറ് ഇപ്പോൾ അതിൽ നിലപാടുകളെല്ലാം മാറ്റിയിട്ട് ഒരു കോൺഗ്രസ് അനുഭാവിയായി മാറിയിരിക്കുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു സംശയം ഇല്ല സാൻകുട്ടി. ഞാൻ 68 വയസ്സാകാൻ പോകുന്നു. ഇത്രയും നാളെ ഞാൻ ഇടതുപക്ഷത്തിനോടുന്നത് പോരെ മതി. ഞാൻ ആയുഷ്കാലം മുഴുവൻ CPM-ന്റെ പാർട്ടി മെമ്പറായിരുന്നു. 52 രൂപ ലെവി അടച്ചോണ്ടിരുന്ന ആളാണ് ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ഇനി മരിക്കുന്നത് ഈ പാർട്ടിയോട് നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ട്. എനിക്ക് മാറി ചിന്തിക്കാൻ അവസരമില്ല. നമ്മൾ കാണുകയല്ലേ CPM-ന്റെ പോക്കും ഇവിടുത്തെ ഭരണവും ഇവരുടെ നടപടിക്രമങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആവോളം ഞാൻ ആസ്വദിച്ചു, അനുഭവിച്ചു. ഇനി ഞാൻ അനുഭവിക്കണം എന്നാണ് സാക്കുട്ടി പറയുന്നത്. അപ്പൊ എനിക്ക് മാറി ചിന്തിക്കാൻ അവസരം തരൂ. കുറച്ചു നാള് ഞാൻ ഇനി സ്വതന്ത്രമായിട്ട് മറ്റൊരു മേഖലയിലേക്ക് ചിന്തിച്ചോട്ടെ എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത്. അല്ല, അത് സാറിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഞാനതിനെ എതിർക്കുന്നില്ല. എനിക്ക് പാർട്ടിയിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇടതുപക്ഷ മനോഭാവത്തെ ഞാൻ എതിർക്കുന്നില്ല. നമ്മുടെ ദാരിദ്ര്യം, കഷ്ടപ്പാടും പട്ടിണിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ബാല്യകാലത്ത് അനുഭവിച്ചു വന്ന പ്രയാസം കൊണ്ടൊക്കെയാണ് നമ്മൾ ഇടതുപക്ഷ പാർട്ടിയിൽ ചെന്നതും. സ്കൂളിൽ വെച്ച് SFയുടെ പ്രവർത്തകനായിരുന്നു. പിന്നെ മുതിർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു. 85, 86, 87 മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ അന്ന് അനിവാര്യമായിട്ട് തോന്നി. കുറെ കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിനകത്ത് പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കുന്നത്. അതിപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം അല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ. അപ്പൊ ഇപ്പം എനിക്ക് മാറി ചിന്തിക്കണമെന്ന് തോന്നി. പലതും കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആയുഷ്കാലം എത്ര നാളൊരു പ്രസ്ഥാനത്തിലൂടെ ഇനി മതി എന്നാണ് മാറി ചിന്തിക്കുന്നത്. അതൊരു കുറ്റകരമല്ല. ആയുഷ്കാലം മുഴുവൻ ഞാനിപ്പോൾ ഒരു പ്രസ്ഥാനത്തിലൂടെ തന്നെ നിന്നുകൊള്ളണമെന്നുള്ളതിന് എഗ്രിമെന്റ് ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. എനിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ അവകാശമില്ല, അല്ലേ? തീർച്ചയായും അതേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നും അതിനകത്തില്ല. എനിവേ, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ, ഈ
ക്രൈസ്തവ സമൂഹം, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരത്തെ കേരള കോൺഗ്രസ് ക്രൈസ്തവരുടെ ഒരു പാർട്ടി ആയിട്ടുണ്ടായിരുന്നു, ഒരു സ്വാധീന ശക്തിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ അത് അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരത് ഉപയോഗിച്ചതെന്നൊക്കെ പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു സ്വാധീന ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിൽ കാര്യമായിട്ട് ക്രൈസ്തവ ലീഡേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് കോൺഗ്രസിലുള്ളത്. അതെ, കുറച്ചു പേരെങ്കിലും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഇപ്പം മാണി സാറിനെ പോലെയോ അല്ലെ ഉമ്മൻചാണ്ടി സാറിനെ പോലെയോ AK ആന്റണിയെ പോലെയോ അങ്ങനെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു ക്രൈസ്തവ ലീഡർ കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ല, അല്ലെങ്കിൽ സമീപ ഭാവിയിൽ അങ്ങനെ ഒരാൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ആളില്ല. രണ്ടാമത്, ഈ BJP വളരെ സമഗ്രമായ അവർക്ക് ചെയ്യാവുന്ന മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവരെ കൂടെ നിർത്താനായിട്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും കേരളത്തിലെ ക്രൈസ്തവരുടെ, ഇതുവരെയെല്ലാം കോൺഗ്രസിനോട് ചേർന്ന് വന്നു, ഇനി അതുകൊണ്ട് കാര്യമില്ല എന്ന് ചിന്തിക്കാനുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും അപകടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധവും, ആ ബന്ധത്തിൽ കുഴപ്പമൊന്നുമില്ല, മുസ്ലിം ലീഗിനെ കൂടെ നിർത്തുന്നതിൽ ഒരു അപകടവും ഇല്ലാതെ ദീർഘകാലങ്ങളായിട്ട് അവരങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ മുസ്ലിം സമൂഹം ഈ ഭരണത്തിനകത്തും ഭരണ സംവിധാനങ്ങൾക്കകത്തും വരുത്തുന്ന വലിയ കടന്നുകയറ്റങ്ങൾ, കൈകടത്തലുകൾ, ഇത് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. അല്ല, നമ്മള് മുസ്ലിമിന്റെ ഭരണതലത്തിലുള്ള കൈകടത്തലുകളും കടന്നുകയറ്റത്തെ കുറിച്ചാണ് ഇപ്പൊ സാങ്കുട്ടി പറയുന്നത്. പക്ഷെ ലീഗ് പണ്ട് മുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മുതലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കേരള ഘടകമാണ് സജീവമായിട്ട് ഇപ്പോൾ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നമ്മൾ ഈ ലീഗിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിച്ചെല്ലുന്ന ചിന്ത മിഡിൽ ഈസ്റ്റിലേക്കാണ് നമ്മൾ ഓടിച്ചെല്ലുന്നത്. ഹമാസ്, ഹിസ്ബുള്ള അങ്ങനെയൊക്കെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ നമ്മൾ ഇവരുമായിട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഇസ്ലാമിനകത്ത് വളരെ മര്യാദയോടെ സ്നേഹത്തോടെ പെരുമാറുകയും ഇടപെടുകയും ഒരു മതേതര വീക്ഷണം വെച്ചു പുലർത്തുകയും ചെയ്ത ധാരാളം ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളൊക്കെ മുണ്ടൊക്കെ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് മുസ്ലിംസാണ് വളരെ സ്നേഹപരമായിട്ടാണ് അവിടെ ഇടപെട്ടിട്ടുള്ളത്. എന്നാൽ ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും ഒരു മതേതര വീക്ഷണമുള്ള ആളായിട്ടാണ് അദ്ദേഹത്തെ പൊതുവെ വിശ്വസിക്കുന്നത്. ലീഗ് ഒരു മതേതര സ്വഭാവമുള്ള കക്ഷി തന്നെയാണെന്നൊരു ചിന്ത എനിക്കുണ്ട്. അതിനകത്ത് കുറെ ആളുകളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ചില ആളുകൾ തീവ്ര വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസിനോട് കാലാകാലങ്ങളിലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. അല്ല, ഇതാണ് പ്രശ്നം. ഈ മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ ഒരു തീവ്രവാദ സമൂഹമാക്കി ഇങ്ങനെ പ്രചരിപ്പിച്ച് അവരാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിത്തറ എന്നുള്ള ഒരു ഇമേജ് എന്ത് ചെയ്തിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട് സമീപകാലം. അതിന് അവരിൽ നിന്ന് തന്നെ പല ഗ്രൂപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം വളം വെച്ചു കൊടുത്തിട്ടുണ്ട്. സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ പ്രോബ്ലംസ് എല്ലാം ഇതും കൂടെ ഒത്തു വന്നപ്പോൾ അങ്ങനെ ഒരു പൊതുധാരണയിലേക്ക് ക്രൈസ്തവ ചോദ്യം മനസ്സിലായി. പക്ഷെ ഇത് കൈകാര്യം ചെയ്യേണ്ടത് അതത് രാഷ്ട്രീയ പാർട്ടികളാണ്. കാരണം അഖിലേന്ത്യാ ലീഗ്, മുസ്ലിം ലീഗിൽ നിന്ന് പിണങ്ങി PM അബൂബക്കർ, ഇബ്രാഹിം സുലൈമാൻ സേട്ടൽ നമ്മുടെ പണ്ട് അഖിലേന്ത്യാ ലീഗ് ഉണ്ടാക്കി CPM-നോട് ഭരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഭരണമൊക്കെ ഒരുമിച്ച് നടത്തി കുറെ കഴിഞ്ഞപ്പോൾ ശരിയത്ത് വിവാദത്തിൽ നിന്ന് അഖിലേന്ത്യാ ലീഗ് മുസ്ലിം ലീഗിൽ നിന്ന് LDF-ൽ നിന്ന് വിട്ടുപോയ കാലത്ത് അന്ന് CPI-യുടെ നേതാക്കൾ പറഞ്ഞ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ആയുസിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇനി കേരളത്തിൽ ഭരണം കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ഒരു ഒറ്റ സമുദായം എന്നുള്ള വലിയൊരു കക്ഷി, എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻസിനെക്കാളും കൂടുതൽ അവരല്ല, തീർച്ചയായിട്ടും അവരുള്ളത്. അപ്പൊ അവരിൽ ഒരു വിഭാഗം കൂടി ഭരിച്ചുകൊണ്ടിട്ട് അവർ വിട്ടുപോയപ്പോഴത്തേക്ക് ഇനി LDF-ന് ഭരണം കിട്ടുകയില്ലെന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത ഇലക്ഷന് LDF ഭരിച്ചു, LDF അവരില്ലാതെ വന്നു. അപ്പൊ ഇവിടെ വർഗീയ സ്വഭാവം വെച്ചു പുലർത്തുന്ന തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ആരുണ്ടായാലും ശരി, അത് ഈ ലീഗിലെന്നായാലും ശരി, ഹിന്ദു മുസ്ലിം ആരെങ്കിലും ഏത് വിഭാഗത്തിലുണ്ടായാലും ശരി, ഈ അന്ധമായ മത തീവ്രവാദം വെച്ചു പുലർത്തുന്ന എല്ലാ സമുദായങ്ങളെ ഒറ്റപ്പെടുത്തി സെക്കുലർ മനോഭാവമുള്ള പാർട്ടികൾ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ഒരു ആർജ്യം എന്ന് കാണിക്കുന്നു, അന്ന് കേരളം രക്ഷപ്പെടും. അതിന് ഇവർ തയ്യാറാകണം. CPM അന്ന് വിട്ടുകളഞ്ഞിട്ട് അന്ന് ഒറ്റയ്ക്ക് ഭരണത്തിൽ വന്നു. പക്ഷെ വീണ്ടും ഇവരെ തീർക്കാൻ പിന്നെയും പലവട്ടം ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാട് പരീക്ഷിച്ച് നോക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. കാരണം ലീഗില്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് വനക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ലീഗ് എന്ന് പറയുമ്പോൾ നിലപാട് തള്ളിക്കളയല് കേട്ടോ. അതിനകത്ത് കുറെ ആളുകളൊക്കെ ഉള്ളൂ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളൊക്കെ, വളരെ മാന്യന്മാരും മര്യാദക്കാരും ഒത്തിരി ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നവരും മറ്റു മതസ്ഥരെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ അവരെ ഉണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ അടച്ചങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പൊതു വീക്ഷണം അങ്ങനെ
അല്ല ഞാൻ പറഞ്ഞത് അതിന്റെ ഇത്രയേ ഉള്ളൂ. കാര്യം പറയാം. ഇവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചില ചില തീവ്രവാദ സംഘടനകളുണ്ട്. ഒളിച്ചും പാത്ത് അവരോട് ഇവർ കൂട്ടുന്നുണ്ട്. ഈ രണ്ട് മുന്നണി അത് അപകടമാണ്. ഈ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ പറ്റുന്നത് UDF അല്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങളോ ആണെന്നാണ് സാറിന്റെ ഒരു എന്റെ അഭിപ്രായം. അങ്ങനെ തന്നെയാണ്. ഈ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് നമ്മൾ മൊത്തം പറയുമ്പോൾ അങ്ങനല്ല പറയുന്നത്. CPM ഞാൻ തീർത്ത് പറയാണ്, ഇവരുടെ ന്യൂനപക്ഷ പ്രേമം എന്നൊക്കെ പറയുന്നത് കപടതയാണ്. എനിക്കത് മനസ്സിലാക്കാനായിട്ട് 5 പതിറ്റാണ്ട് വേണ്ടു എന്നുള്ളതാണ് ഇത്. ഈ കാപട്യമാണ്. ഇവർക്ക് അവരുടേതായ ലോകം. ഞാൻ ചോദിച്ചു, 5 ലക്ഷം പാർട്ടി മെമ്പർമാരല്ലേ ഉള്ളൂ. വോട്ട് ചെയ്യുന്നത് 1.5 കോടി വോട്ടോ 1.25 കോടി വോട്ടോളം എങ്ങോട്ട് LDFന് കിട്ടുന്നുണ്ട്. ഈ 5 ലക്ഷം പേരേ ഉള്ളൂ പാർട്ടി മെമ്പർമാരായിട്ടുള്ളവർ. അവരാണ് കാര്യങ്ങൾ നടത്തുന്നത്. അവരുടെ ഒരു വിഭാഗമാണ് കാര്യങ്ങൾ നടത്തുന്നത്. എപ്പോഴും അവരുടെ ലോകം, അവരുടെ ആളുകൾ, അവരുടെ സർക്കംസ്റ്റൻസിൽ കിടന്ന് അവർ കറങ്ങുകയാണ്. അതിനപ്പുറത്തോട്ട് വെളിയിലേക്ക് ഇവർക്ക് പോകാനായിട്ട് ഇവർ കഴിയുന്നില്ല. പിന്നെ നമ്മളെ ഇവര് ഈ പൂച്ചയുടെ മുമ്പിൽ മീനിന്റെ വാലാട്ടി കാണിക്കുന്ന പോലെ ഇങ്ങനെ നിർത്തുകയാണ്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു RSS പ്രശ്നം ഉണ്ടായാലും ഓടി അവിടെ ചെല്ലും, പ്രൊട്ടക്ഷനായി, അവിടെ ബഹളമായി. ഇതൊക്കെ ആത്മാർത്ഥമായ ഒരു സമീപനായിരുന്നൊക്കെ ഞാൻ ആദ്യം വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതൊക്കെ മനസ്സിലായി, ഇതൊക്കെ വോട്ടിന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണെന്ന്. വോട്ട് ഈ അധികാരം കൈയാളുക എന്നല്ല, അതിനു വേണ്ടി ഏത് സംഘടനയെയും സമുദായത്തെയും അവർ പോക്കറ്റിലാക്കി ഇലക്ഷൻ നേടി അവർ അധികാരത്തിൽ വരിക എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മളോടൊന്നും ഒരു പ്രേമം ഇടതുപക്ഷത്തിന് ഇല്ല. പ്രത്യേകിച്ച് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയോടില്ല, പെന്തിക്കോസുകാരോട് ഒറ്റുമില്ല. അവർക്ക് തന്നെ അറിയാം നമ്മൾ പല ഗ്രൂപ്പുകളാണ്, അങ്ങനെയൊക്കെയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. നമുക്കൊരു ഫോഴ്സായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിന്റെ ഘടകങ്ങളൊക്കെ വേറെയാണ്. ഇത് കാപട്യമാണ്, അതിന് യാതൊരു സംശയമില്ല. അവർക്ക് ഭരണം നടത്തണം, കാര്യങ്ങൾ നടത്തണം. അവർ അവരുടേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന അവരുടെ ആളുകൾ, അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അപ്പുറത്തോട്ടൊന്നുമില്ല. അക്കാഡമിക്കൽ തലം പോലും വളരെ പരാജയമായില്ല. ഇന്ന് വരെ പറഞ്ഞു വരുന്നൊരു ബുദ്ധിമുട്ടില്ല, പറയാമല്ലോ. ഇന്ന് വരെ ഞാൻ പറഞ്ഞു, ഇത്രമാത്രം DYFI കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുന്നത്, DYFI കുട്ടികൾ ഇത്രമാത്രം അനീതിക്കെതിരെ പോരാടുന്ന ഒരു സംഘടന ഇന്ന് വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഏത് പ്രശ്നം വന്നാലും അവർ വീറോടുകൂടെ സമരം ചെയ്യും. ഏത് അന്യായത്തിനും അനീതിക്കുമെതിരെ പോരാടുന്ന വീറുറ്റ ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു DYFI, SFI എന്നൊക്കെ പറഞ്ഞ പ്രസ്ഥാനങ്ങൾ. സാങ്കോട്ടി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുണ്ട് ഇത്ര കറപ്റ്റഡായ കുട്ടികൾ ഈ DYFI SFI അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എത്ര കേസുകൾ മാർക്ക് തട്ടിപ്പ് മുതൽ അങ്ങോട്ട് നമ്മൾ ചിന്തിച്ച ജോലി കരസ്ഥമാക്കിയത് മുതൽ എന്തെല്ലാം തരികിട പരിപാടികളാണ് ഈ കുഞ്ഞുങ്ങളുടെ. അപ്പൊ ഈ പാർട്ടിക്കേറ്റ അപജയമായി. ഇതൊന്നും CPM മനസ്സിലാക്കാനും പോകുന്നില്ല, രക്ഷപ്പെടാനും പോകുന്നില്ല. ഇതിങ്ങനെ ത്രിപുരയിൽ സംഭവിച്ചു, ബീഹാറിലൊക്കെ എത്ര പാർട്ടി ഉണ്ടായിരുന്നു, ആന്ധ്രയിൽ പാർട്ടി ശക്തമല്ലായിരുന്നോ? ഇപ്പൊ ഒതുങ്ങി ഇതുകൊണ്ടുകൂടെ തീരും എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഞാൻ പറയുന്നു, ഇതൊക്കെയാണെങ്കിലും കേഡർ സ്വഭാവമുള്ള ബഹുജന പിന്തുണയുള്ള ഒരു പ്രസ്ഥാനമാണ് CPM. അത് നിഷേധിക്കുന്നൊന്നുമില്ല. അവര് നശിച്ചു പോകണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. ചില കാര്യങ്ങൾക്ക് അവർ ഇവിടെ നിന്നേ പറ്റൂ. അതുകൊണ്ട് അവർ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. പാർട്ടിയൊന്നും നഷ്ടപ്പെട്ടു പോകില്ല. ഭരണം അടുത്തങ്ങ് പ്രതീക്ഷിക്കാൻ കിട്ടാൻ യാതൊരു സാധ്യതയും അവർക്കില്ല. കാരണം അവരുടെ കാപട്യം, അതാണ് ഏറ്റവും നല്ല കപടമുഖം. CPMന്റെ അന്ധമായ കപടമുഖം ജനത്തിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് അടുത്ത ഇലക്ഷനുകളിൽ അത് പ്രതിഫലിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിൽ ഇല്ല. ഓക്കെ, ഇത്ര നേരം ഞങ്ങളുടെ ഈ രാഷ്ട്രീയ ചർച്ച നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇത് അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മീയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന നമ്മളുടെ കേരളവുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ ചില സന്ദർഭങ്ങളിൽ എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുന്നതിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ച. ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മളിത് പറയുമ്പോഴും ഈ രാഷ്ട്രീയം നമ്മുടെ വിശ്വാസികൾക്ക് താല്പര്യമില്ല, ചിലപ്പോൾ ആൾക്ക് ഇത് ഇൻട്രസ്റ്റ് ആയില്ലെന്ന് വരാം. പക്ഷെ ഞാൻ പറയുന്നത്, നമുക്കൊരു ആവശ്യം വരുമ്പോൾ എപ്പോഴും രാഷ്ട്രീയക്കാരുടെ അടുത്തല്ലേ പോകുന്നത്, അല്ലെ? എന്ത് കാര്യത്തിനും ഇപ്പൊ എവിടെ ഒരു സംഘടന ഉണ്ടായാലും നമ്മളെ ആളുകളെ RSSകാരോ അല്ലെങ്കിൽ സുവിശേഷ വിരോധത്തിൽ ആക്രമിച്ചാലും ഒരു കൺവെൻഷൻ ഗ്രൗണ്ട് വേണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഉടനെ ആശ്രയിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ. അവരെ ചിന്തി ശവക്കോട്ട പ്രശ്നം, പള്ളി പണിയാനുള്ള പ്രശ്നമൊക്കെ വരുമ്പോഴെല്ലാം അങ്ങോട്ടല്ലേ പോകുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഭരണകർത്താക്കളായിട്ട് ഭരണത്തിന് പങ്കാളികളായിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സാറിന്റെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ സമൂഹം ഉറക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഭാവിയിൽ ഇതുപോലുള്ള ടോപ്പിക്കുകൾ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി. ഓക്കെ.